എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ പുറപ്പെടുവിക്കാൻ കേരള PSC തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫിഷറീസ് അസിസ്റ്റന്റ് തൊട്ട് നമുക്കറിയാം ഫിഷറീസ് അസിസ്റ്റന്റിന് ശേഷം ഫിഷറീസ് ഓഫീസർ വിളിച്ചു, ഫിഷറീസ് ഓഫീസറിന് ശേഷം വീണ്ടും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിളിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൾ ഇങ്ങനെ നിരയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കറിയാം ഫിഷറീസ് അസിസ്റ്റന്റ് മുതൽ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടുള്ള ആളുകളെ എനിക്കറിയാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ ഫിഷറീസ് ഓഫീസർ കഴിഞ്ഞു, ഫിഷറീസ് ഓഫീസറിന് നല്ല പ്രതികരണമാണ്. മാസ്റ്റർ കെ അക്കാദമിയുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരീക്ഷ എഴുതി വളരെ നന്നായിട്ട് ഞങ്ങൾ ആദ്യ റാങ്കുകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ, ഒരു നല്ലൊരു കൂട്ടം ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് സമ്മാനിച്ചൊരു കോഴ്സ് കൂടിയാണ് ഫിഷറീസ് ഓഫീസർ കോഴ്സ്. അപ്പോൾ ആദ്യ റാങ്കുകളടക്കം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, അതോടൊപ്പം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു. അപ്പോൾ ഫിഷറീസ് ഓഫീസറായിട്ടൊക്കെ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ആളുകളും അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തീർന്നിട്ട് 8 മാസമായി. കഴിഞ്ഞ നവംബർ മാസത്തിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതാണ്, എന്നിട്ട് ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിനു മുമ്പത്തെ നോട്ടിഫിക്കേഷൻ 2020 എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 5 വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം നമുക്ക് കഴിഞ്ഞ തവണത്തെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലാണ്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയേ, 2020 നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ. 28/2020 നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം ഒരു 2020 ആഗസ്റ്റ് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 5 വർഷമായി. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരാൻ പോകുന്നു, ജൂൺ 30 വരാൻ പോകുന്നു. ഓക്കെ, നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ആണ്. നമുക്കറിയാം നെയിം ഓഫ് ദ പോസ്റ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. ഫിഷറീസ് ഓഫീസറിന് മുകളിലുള്ള പോസ്റ്റാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്കെയിൽ ഓഫ് പേ 35,700 to 75,600 ആണ് കഴിഞ്ഞ തവണത്തെ പേ സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നോക്കിയേ, അവിടെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം. നമ്പർ ഓഫ് വേക്കൻസി നോക്കിയേ, 8 വേക്കൻസിയാണ്. നമ്പർ ഓഫ് വേക്കൻസി 8 വേക്കൻസിയാണ് നമ്പർ ഓഫ് വേക്കൻസി അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ അതും ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ക്വാളിഫിക്കേഷൻ. എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫിഷറീസ് ഓഫീസറിൻ്റെ അതേ ക്വാളിഫിക്കേഷൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ ഡിഗ്രി ഉണ്ട്, PG ഇല്ല, അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താവും എന്നുള്ളത്. അതോ സെയിം ഫിഷറീസ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ ആവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫിഷറീസ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷനിൽ നിന്ന് മാറ്റമുണ്ട്. നമുക്ക് ഡിഗ്രിക്കാർക്കും BSc സുവോളജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, എല്ലാ ഫിഷറീസിൽ ഡിഗ്രി ഉള്ള ആളുകൾക്കും ഫിഷറീസ് ഓഫീസർ അപ്ലൈ ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ കാര്യം മറിച്ചാണ്. അവിടെ എന്താണ് നോക്കിയേ, ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ തവണത്തെ ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ ആവും ഇത്തവണയും ആവർത്തിച്ച് വരിക. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ 90% സാധ്യതയില്ല. നോക്കിയേ, ക്വാളിഫിക്കേഷൻ നോക്കിയേ, എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് BFSC ഉണ്ടായിരിക്കണം. BFSCക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, BFSCക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ BFSC അല്ലെങ്കിൽ അവിടെ നോക്കിക്കോണം, മറ്റ് ഡിഗ്രികളൊന്നും അവർ പരിഗണിക്കുന്നില്ല, BFSC മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നോക്കിയേ, മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഉണ്ടാവണം. PG മറ്റ് ഫിഷറീസ് PG എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ PG ഉള്ളവർ, മാരികൾച്ചറിൽ PG ഉള്ളവർ, മറൈൻ ബയോളജിയിൽ PG ഉള്ളവർ, കോസ്റ്റൽ അക്വാകൾച്ചറിൽ PG ഉള്ളവർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസിൽ PG ഉള്ളവർ, അക്വാകൾച്ചറിൽ PG ഉള്ളവർ, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജിയിൽ PG ഉള്ളവർ, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസിൽ PG ഉള്ളവർ, അല്ലെങ്കിൽ അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജിയിൽ PG ഉള്ളവർ, അല്ലെങ്കിൽ അപ്ലൈഡ് ഫിഷറീസിൽ ആൻഡ് അക്വാകൾച്ചറിൽ PG ഉള്ളവർ, അല്ലെങ്കിൽ ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ. അപ്പോൾ ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചറിൽ PG ഉള്ളവർ, അക്വാകൾച്ചർ എഞ്ചിനീയറിംഗിൽ PG ഉള്ളവർ, അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർ, അല്ലെങ്കിൽ സുവോളജി ഫ്രം എ
റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, BSc സുവോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റൂ? MSc സുവോളജിക്കാർക്ക് മാത്രമേ നമ്മുടെ എക്സ്റ്റൻഷൻ ഓഫീസർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ MSc സുവോളജി വേണം, അതോടൊപ്പം തന്നെ PG ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഫിഷറി സംബന്ധിച്ച ഡിഗ്രികളിൽ എന്തുണ്ടാവണം? PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആകെ ഡിഗ്രിക്കാരെ പരിഗണിക്കുന്ന ആരെ മാത്രമാ? BFSCക്കാരെ മാത്രമാണ്. BFSCക്കാരെ മാത്രമേ ഉള്ളൂ ഡിഗ്രി പരിഗണിക്കുന്നത്. ബാക്കിയെല്ലാം PG ആണ്. അപ്പൊ സുവോളജിയിലും PG ഉള്ളവരെ മാത്രമേ പറ്റൂ. ബാക്കിയുള്ള ഈ പറഞ്ഞ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ PGകളും പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഡിഗ്രിക്കാരെ BFSCക്കാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ തന്നെ ആവും വരാൻ സാധ്യത. അതിൽ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ അറിയോ? നമ്മൾ അഡ്വൈസിന്റെ ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത്. എത്ര അഡ്വൈസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണപ്പെട്ട എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു വേക്കൻസിയോ 2 വേക്കൻസിയോ 3 വേക്കൻസിയോ ഒക്കെ ഉള്ളൂ ചില സമയത്ത് നോട്ടിഫിക്കേഷനിൽ കൊടുക്കാറ്. ആ സമയത്ത് എണ്ണപ്പെട്ട വേക്കൻസികൾ ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ റിപ്പോർട്ടഡ് വേക്കൻസി ആയിരിക്കും ആ സമയത്തെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കും ഈ 3 വേക്കൻസിക്ക് വേണ്ടി ഞാൻ എന്തിനാ പഠിക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഒട്ടനവധി പേരും. അതുകൊണ്ട് നല്ലൊരു അവസരം കളഞ്ഞു വിളിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, കാരണം ഞാൻ 2 വേക്കൻസി 3 വേക്കൻസിയൊക്കെ ഞാൻ പഠിക്കണമെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. പണ്ട് ഇതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് ഏകദേശം അന്ന് എനിക്ക് തോന്നുന്നു 7-8 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. പക്ഷേ ആ നോട്ടിഫിക്കേഷനിൽ വന്നു, അതിൻ്റെ എക്സാം നടത്തി, അതിൻ്റെ ടോട്ടൽ അഡ്വൈസ് പോയത് 247 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് ജോയിൻ ചെയ്യാൻ വന്നവരൊക്കെ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷനിലെ വേക്കൻസി കണ്ടിട്ട് ഞങ്ങൾ അയക്കാതെ പോയി സാറേ, വലിയൊരു അവസരമാണ് നഷ്ടപ്പെട്ടത് എന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട്, നോട്ടിഫിക്കേഷനിലെ വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അയക്കാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്. കാരണം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, ചിലപ്പം ആ സമയത്ത് ഉള്ള റിട്ടയർമെൻറ്റ് വേക്കൻസികൾ, ഫ്രഷ് വേക്കൻസികൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഘടകമായിട്ട് വരാം. ഇതേ സംബന്ധിച്ച് ഫിഷറീസ് ഓഫീസറിനെ സംബന്ധിച്ച് നമുക്കറിയാം, മത്സ്യഭവനുകൾ ഇനി 33 മത്സ്യഭവനും കൂടെ നമുക്ക് വരാനുണ്ട്. 33 മത്സ്യഭവൻ്റെ പ്രപ്പോസൽ ഗവൺമെൻറ്റിൽ പോയിട്ടുണ്ട്. അത് അപ്രൂവായി വരുമെന്നാണ്, ഉടനെ അപ്രൂവായി വരുമെന്നാണ് അതിൻ്റെ പ്രതീക്ഷകളൊക്കെ. അപ്പോൾ ആ ഒരു അപ്രൂവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഈ 33 മത്സ്യഭവനുകളിലും ഫിഷറീസ് അസിസ്റ്റൻ്റ് ഉണ്ടാവും, ഫിഷറീസ് ഓഫീസർ വേക്കൻസി ഉണ്ടാവും, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വേക്കൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്, അഡ്വൈസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിയമനം കൂടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. 8 വേക്കൻസിയാണ്. നിങ്ങൾക്കറിയാം, ഫിഷറീസ് ഓഫീസറിൻ്റെ മുകളിലുള്ളൊരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിലേക്ക് 2020 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 8 വേക്കൻസിയാണ് പറഞ്ഞിരുന്നത്, അല്ലേ? 8 വേക്കൻസിയാണ് പറഞ്ഞിരുന്നത്. എത്ര വേക്കൻസി, എത്ര ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നോക്കൂ. 46 ടോട്ടൽ അഡ്വൈസ് ആണ് പോയേക്കുന്നത്. 46 ടോട്ടൽ അഡ്വൈസ് ആണ് പോയത്. 8 എണ്ണമാണ് പറഞ്ഞത്. റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷം നിലവിലിരിക്കും. നിലവിൽ 3 വർഷം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മൾ പരീക്ഷ നടന്നിട്ട് എങ്ങനെ പോയാലും പരീക്ഷ നടത്താൻ, നോട്ടിഫിക്കേഷൻ വന്നാൽ പരീക്ഷ നടത്താൻ 6 മാസം എടുക്കും. ഒരു 3-4 മാസം, അങ്ങേയറ്റം പോയ ഒരു 3-4 മാസത്തിനുള്ളിൽ റാങ്ക് പട്ടിക വരും. അങ്ങനെ 1 വർഷം, അത് 1 വർഷം കൂട്ട്. പിന്നെ ആ റാങ്ക് പട്ടിക വന്നാൽ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വരാനുള്ള കാലയളവ് ഏറ്റവും കുറഞ്ഞത് 1 വർഷം കൂട്ടുക. ആ റാങ്ക് ലിസ്റ്റ് വന്നാൽ 3 വർഷം വീണ്ടും നിലനിൽക്കും. അപ്പോൾ 1+3 ഏകദേശം 4 വർഷത്തെ വേക്കൻസികൾ ഏത് റിപ്പോർട്ട് ചെയ്യും? ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ആ സമയത്തെ സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ നല്ലൊരു കൗണ്ട് ഉണ്ടാവും, നിങ്ങളൊക്കെ കയറി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്, സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, 8 വേക്കൻസി പറഞ്ഞെടുത്ത് 46 അഡ്വൈസ് പോയി. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 11/11/2025 ലാസ്റ്റ് അഡ്വൈസ് റിപ്പോർട്ട് ചെയ്ത് പോയേക്കുന്നത്. ശേഷം നമുക്കറിയാം 3 വർഷത്തെ കാലയളവാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന്. റാങ്ക് ലിസ്റ്റ് 28/11/2022 വന്നു. 28/11/2025 നമ്മുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചു. 2025 11-ാം മാസം എന്ത് ചെയ്തു? നമ്മുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചു. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് 8 മാസം കൊണ്ട് ഈ ഒരു റാങ്ക് പട്ടികയില്ല. ജൂൺ 30 പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഓക്കെ, ഓപ്പൺ 37 എണ്ണം പോയിട്ടുണ്ട്. 37 ഓപ്പൺ പോയിട്ടുണ്ട്. 37 ഓപ്പൺ പോയി. 40
SC 73ാമത് ഘടന SC പോയിട്ടുണ്ട്. ST ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 1 പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്. മുസ്ലിം 94ാമത് ഘടന ആൾ വരെ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ. മെയിൻ റാങ്ക് ലിസ്റ്റിൽ 94ാമത്തെ ആൾ വരെ പോയി. SIUC നാടാർ സ്ലീപ്പറിൽ നിന്ന് നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 1 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് വന്നേക്കുന്നത്. 46 ടോട്ടൽ അഡ്വൈസ്, 8 എണ്ണമാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട. എനിക്കറിയാം നിങ്ങൾ ഫിഷറീസ് അസിസ്റ്റൻറ്റിൽ തുടങ്ങി, ഫിഷറീസ് ഓഫീസറിൽ തുടങ്ങി മുന്നോട്ട് പഠിച്ചു വരുന്നവരാ. ഈ ഒരു പഠനം കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ റാങ്ക് ലിസ്റ്റിലും ആദ്യം എത്താൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഫിഷറീസ് ഓഫീസറിൽ നമ്മുടെ ഒട്ടനവധി കുട്ടികളുണ്ട്, ആദ്യ റാങ്കുകളിലൊക്കെ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ MSc സുവോളജിക്കാർ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. വലിയ പോസ്റ്റാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ, കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് നമ്മൾ അതിൻ്റെ മാക്സിമം എക്സാംസും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും നമ്മൾ അതിനെ ആഴത്തിൽ അറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറും, നിങ്ങൾ ഫിഷറീസ് ഓഫീസറിനൊക്കെ പഠിച്ച് പകുതി വരെയൊക്കെ ആയി നിങ്ങളുടെ പല ആളുകളുടെയും ജീവിത സാഹചര്യം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. പഠിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പക്ഷെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് പഠനം പാതി വഴിയിൽ നിന്ന് പോയവരുണ്ട്, നന്നായിട്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അവർക്കൊക്കെ വന്നിരിക്കുന്ന അടുത്ത അവസരമാണിത്. മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. 30-ാം തീയതി നമുക്ക് നമ്മുടെ പ്രൊഫൈലുകളിൽ നമുക്ക് എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട, ഇത് പഠിക്കാൻ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.